ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്ത് യഥാർത്ഥ മത്സരാർത്ഥികൾ, അതായത് ഇനിയും നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ട മത്സരാർത്ഥികൾ ഏതാണെന്ന് എനിക്കിവിടെ മനസ്സിലാവുന്നില്ല. ഈ ജിഷിനും മസ്താനി വന്നിട്ടുണ്ട്. മസ്താനി നിങ്ങൾ കണ്ടായിരുന്നോ? ജിഷിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ജിഷിനൊക്കെ വീണ്ടും മത്സരിക്കുകയാണോ? ഷാരികയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പെർഫോമർ ഓഫ് ദിസ് വീക്ക് അല്ലെങ്കിൽ ദിസ് ഡേ എന്നൊക്കെ പറയാം. പിന്നെ ആരായിരുന്നു? പിന്നെ നമ്മുടെ സരിക സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. നല്ല മത്സരാർത്ഥിയുണ്ട്. സരിക ഇതുവരെ നന്നായിട്ട് കളിച്ചില്ലെങ്കിലും ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ മുൻഷിയാണെങ്കിൽ എന്റെ പൊന്നെ, ഞാൻ ഇതുവരെ താന്നൊരിടത്ത് ഇരുന്നിട്ടില്ല. അപ്പം എന്താണ് ഇപ്പൊ പ്രൊമോയിൽ സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ടേ എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കിയത് അനുമോളാണ്. അതാരും പറഞ്ഞിട്ടൊന്നും അല്ല, അനുമോൾ തന്നെ ചെയ്തതാണ്. അത് അനുമോളുടെ ഇഷ്ടം, അല്ലെങ്കിൽ അനുമോൾക്ക് ആ ഒരു സ്ക്രീൻ സ്പേസ് വേണം എന്ന് തന്നെ കരുതിക്കോ. പക്ഷെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുഴഞ്ഞു. അപ്പം എനിക്ക് വയ്യ, നല്ല പോലെ ദേഹം വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്ന സമയത്ത് അനുമോൾ തന്നെ പറയുന്നുണ്ട്, ബാക്കി അവൻ നെവിൻ രാത്രി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ളതിൽ അനുമോൾക്കും നെവിനും മാത്രമേ ഫുഡ് കുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പൊ അവർ രണ്ടുപേരും ആണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ട്. അപ്പൊ ബാക്കി നെവിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ജിഷിൻ ഒരു പ്യോർ വെജിറ്റേറിയൻ ആണ്. അത് മാത്രമല്ല, ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരാള് അവിടെ ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരാള് അവിടെ ഒരു വെജ് ഐറ്റം കുക്ക് ചെയ്താൽ പോലും അത് കഴിക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് ജിഷിൻ അവിടെ പെരുമാറാറുള്ളത്. അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് നോൺ വെജ് വെച്ച പാത്രത്തിനകത്ത് ഇനി വെജിറ്റേറിയൻ റെസിപ്പിയൊക്കെ വെച്ചതിന്റെ പേരിൽ വരെ അടി നടന്നിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ അതല്ല പ്രശ്നം. ജിഷിൻ കയറി അടുക്കളയിൽ എന്തൊക്കെയോ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഈവനിങ്ങിന് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ജിഷിൻ കയറി അക്ബർ ചോദിക്കാൻ ചെന്നു ഫണ്ണായിട്ട്. എന്നിട്ട് അക്ബറിനും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫണ്ണായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ജിഷിനും അക്ബറും ഒക്കെ പെരുമാറിയത്.